ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ തൃക്കേട്ട നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും 4 പാദത്തിൻ്റെയും ലക്ഷണങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ജ്യേഷ്ഠാസു ന ബഹുമിത്ര സന്തുഷ്ടോ ധർമ്മകൃൽ പ്രചുര കോപ. ഇതാണ് ലക്ഷണ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നോക്കുമ്പോൾ ജ്യേഷ്ഠ തൃക്കേട്ട, ന ബഹുമിത്രൻ, ബഹുമിത്രൻ ബഹുക്കളായിരിക്കുന്ന മിത്രങ്ങളോട് കൂടിയവൻ, അതായത് മിത്രങ്ങൾ ബന്ധുക്കൾ. സന്തുഷ്ടൻ സന്തോഷമുള്ളവൻ, ധർമ്മകൃത്ത് ധർമ്മത്തെ ചെയ്യുന്നവൻ, പ്രചുര കോപൻ അധികമായ കോപം ഉള്ളവൻ. അർത്ഥത്തെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവൻ അല്പമായ ബന്ധുക്കൾ ഉള്ളവനും സന്തോഷമുള്ളവനും ധർമ്മത്തെ ചെയ്യുന്നവനും വലിയ കോപമുള്ളവനും ആയിരിക്കും. ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ സ്വഭാവ വിശേഷങ്ങൾ. അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ഉള്ള ലക്ഷണ ശ്ലോകമാണ് ആചാര്യൻ പറഞ്ഞത്. ലേഖകോ ലൗല്യവാൻ, ഹാസി ഗർവി, ലോഭി, തദൈവ ച പ്രവൃത്തി സാധു വൃത്തച്ച ജ്യേഷ്ഠാദൗ ജായതേ നര. ഇതാണ് 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം: ലേഖകൻ എഴുത്തുകാരൻ, ലൗല്യവാൻ തൃഷ്ണയുള്ളവൻ അതായത് ആഗ്രഹമുള്ളവൻ, ഹാസി സ്ഥായിയായ ഹാസ്യത്തോട് കൂടിയവൻ, ഗർവി ഗർവുള്ളവൻ, ലോഭി ലോഭമുള്ളവൻ, ലോഭം ധനം ചിലവാകുന്നത് സഹിക്കായിക, സാധു നല്ലത്, വൃത്തം ചരിത്രം, നരൻ പുരുഷൻ, ജ്യേഷ്ഠാദൗ തൃക്കേട്ടയുടെ ആദ്യം. ഇതാണ് അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം. ഈ അർത്ഥത്തെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എഴുത്തിൽ നല്ല സാമർഥ്യം ഉള്ളവനും അമിതമായ ആഗ്രഹങ്ങൾ ഉള്ളവനും ഹാസ്യ സ്വഭാവത്തോടു കൂടിയവനും ഗർവുള്ളവനും ലുബ്ധനും ഇഷ്ടം പോലെ ധനവും ധാന്യങ്ങളും ഉള്ളവനും നല്ല ചരിത്രമുള്ളവനും തൃക്കേട്ടയുടെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. ദാന്ത ശുചി, ശഠോ വാഗ്മി, ഭോഗവാൻ, വിജയീ തഥാ അശോകി തഥാ രോഗി, ദ്വിതീയാംശേ തു ജായതേ. ഇതാണ് 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇതിൻ്റെ അർത്ഥം ഓരോ വാക്കുകളുടെയും നോക്കുമ്പോൾ: ദാന്തൻ തപക്ലേശത്തെ സഹിക്കുന്നവൻ, അതായത് തപസ്സിൻ്റെ ക്ലേശത്തെ സഹിക്കുന്നവൻ. ശുചി ശുദ്ധൻ, ശഠൻ ശാഠ്യമുള്ളവൻ, വാഗ്മി നല്ല വാക്ക് പറയുന്നവൻ, ഭോഗവാൻ സുഖിമാൻ, വിജയീ വിജയമുള്ളവൻ, അശോകി ശോകം ഇല്ലാത്തവൻ, ശോകം ദുഃഖം, നരൻ പുരുഷൻ, ദ്വിതീയാംശം 2-ാം പാദം. ഈ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ തപസ്സിനായിക്കൊണ്ടുള്ള ദുഃഖത്തെ സഹിക്കുന്നവനും ശാഠ്യമുള്ളവനും
നല്ല വാക്കുകൾ പറയുന്നവനും സുഖിമാനും വിവാദങ്ങളിൽ വിജയിക്കുന്നവനും ദുഃഖങ്ങൾ ഇല്ലാത്തവനും രണ്ടാം പാദത്തിൽ ജനിക്കുന്നു. ഇതാണ് രണ്ടാം പാദത്തിൻ്റെ അർത്ഥം. അടുത്തത് മൂന്നാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. അംഗഹീനോ അക്ഷിരോഗി ച മേധാവി പശുമാംസ്തഥാ പരകാര്യരത സാധു സ്തൃതീയാംശേ തു ജായതേ. ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് അംഗഹീനൻ, അതായത് അംഗത്തോട് കൂടാത്തവൻ എന്ന് വെച്ചാൽ അവയവങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒരംഗത്തിന് ശക്തിയില്ലായ്കയോ അവയവം തന്നെ ഇല്ലാത്തവനോ എന്ന് സാരം. അക്ഷിരോഗി നേത്രരോഗി, മേധാവി ധാരണാശക്തി ഉള്ളവൻ, പശുമാൻ പശുക്കളുള്ളവൻ, പരകാര്യരതൻ അന്യന്റെ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവൻ, സാധു സത്വൃത്തൻ, നരൻ പുരുഷൻ, തൃതീയാംശം മൂന്നാം പാദം. ഇതാണ് ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം. അടുത്തത് ഈ അർത്ഥത്തെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവയവങ്ങൾ ഒന്നിന് കുറവോ ശക്തിയോ ഇല്ലാത്തവനും, അതായത് അവയവങ്ങളിൽ ഒന്നിന് കുറവോ ശക്തിയോ ഇല്ലാത്തവനും, നേത്രരോഗിയും ധാരണാശക്തി ഉള്ളവനും, ബുദ്ധിയുള്ളവനും, വളരെ പശുക്കൾ ഉള്ളവനും, അന്യന്റെ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവനും, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവനും മൂന്നാം പാദത്തിൽ ജനിക്കുന്നു. ഇതാണ് മൂന്നാം പാദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത് നാലാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ക്രൂര കലഹശീലച്ഛ കുലവൈരി ജളൂം അംഗവാൻ സദാ പരുഷശീലച്ഛ ജ്യേഷ്ഠാന്ത്യേ ജായതേ നര. ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കുമ്പോൾ ക്രൂരൻ നിർദയൻ, ദയ ഇല്ലാത്തവൻ, കലഹശീലൻ കലഹം ശീലമാക്കിയവൻ, കുലവൈരി കുലത്തിൻ്റെ ശത്രു, ജളൻ വിശേഷബുദ്ധി ഇല്ലാത്തവൻ, അംഗവാൻ നല്ല അവയവങ്ങൾ ഉള്ളവൻ, പരുഷശീലൻ പരുഷമായിരിക്കുന്ന ശീലത്തോട് കൂടിയവൻ, പരുഷം നിഷ്ഠൂരമായത്, നരൻ പുരുഷൻ, ജ്യേഷ്ഠാന്ത്യേ തൃക്കേട്ടയുടെ അന്ത്യം, ജായതേ ജനിക്കുന്നു. ഈ അർത്ഥഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നിർദയനും കലഹ സ്വഭാവത്തോട് കൂടിയവനും, കുലത്തിന് ശത്രുവും, വിശേഷബുദ്ധി ഇല്ലാത്തവനും, നല്ല ശരീരമുള്ളവനും, എല്ലാ സമയത്തും അന്യന് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് ശീലമാക്കിയിട്ടുള്ളവനും തൃക്കേട്ടയുടെ നാലാം പാദത്തിൽ ജനിക്കുന്നു. മേൽ പറഞ്ഞവകളാണ് തൃക്കേട്ട നക്ഷത്രത്തിന് ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ലക്ഷണവും നക്ഷത്രത്തിൻ്റെ ഓരോ പാദങ്ങളിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണവും അതിൻ്റെ അർത്ഥങ്ങളും. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9652232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.